ഹിമാലയത്തിലെ 4 ധാമങ്ങളിൽ പരമപവിത്രമെന്ന് കരുതിപ്പോരുന്ന താപസഭൂമി ബദരീനാഥം. നരനാരായണ മുനിമാരുടെ അധിവാസ ഭൂമിക. സമുദ്രനിരപ്പിൽ നിന്നും 3200ഓളം മീറ്റർ ഉയരം. സാളഗ്രാമത്തിൽ തീർത്ത ശില്പമാണ് ബദരീനാരായണ വിഗ്രഹം. ആദിശങ്കരാചാര്യരാണ് വിഗ്രഹപ്രതിഷ്ഠ നടത്തിയിട്ടുള്ളതും പൂജാക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതും. മലയാള ബ്രാഹ്മണനാണ് മുഖ്യ പൂജാരി. റാവൽജി എന്നാണ് പുരോഹിതൻ അറിയപ്പെടുന്നത്. ശ്രീകോവിലിൽ ഇടതുവശത്ത് പത്മാസനസ്ഥനായി നാരായണനും വലതുവശത്ത് ധനുരാസനസ്ഥനായി നരനും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അളകനന്ദയുടെ ഇടത് കരയിലാണ് ക്ഷേത്രം. നദീതീരത്ത് തപ്തകുണ്ട്, നാരദകുണ്ട്, സൂര്യകുണ്ട് എന്നിങ്ങനെ 3 ചുടു നീരുറവകൾ ഉണ്ട്. 10 അടിയിലധികം വിസ്തീർണമുള്ള കുണ്ടുകളിൽ ആളുകൾ ഇറങ്ങി നീരാടി തണുപ്പകറ്റുന്നു. ചുറ്റുമുള്ള പർവ്വതങ്ങളിലെ ഗുഹകളിൽ അനേകം ബാബമാർ തപശ്ചര്യയിൽ മുഴുകിക്കഴിയും. മോക്ഷധാം എന്നുകൂടി ഇവിടം അറിയപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിന് പിന്നിലൂടെ 3 കിലോമീറ്റർ നരപർവ്വതം കയറിച്ചെന്നാൽ ബദരീനാഥന്റെ പാദപത്മം പതിഞ്ഞ പാറയുണ്ട്. ചരണപാതുകം എന്നാണ് അതറിയപ്പെടുന്നത്. മെയ് മുതൽ നവംബർ വരെയാണ് ക്ഷേത്രം തുറന്നിരിക്കുക. ബാക്കി കാലം ക്ഷേത്രവും പരിസര ദേശങ്ങളും മഞ്ഞു മൂടുമെന്നതിനാൽ പ്രധാന വിഗ്രഹവും മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങളും പാണ്ഡുകേശ്വറിലേക്ക് മാറ്റി സൂക്ഷിക്കും. വേദവ്യാസ മഹർഷി ബദരികാശ്രമത്തിൽ താമസിച്ചിരുന്നതായാണ് പുരാണം. ഇതിനടുത്ത് തന്നെയാണ് വ്യാസ ഗുഹയും. വ്യാസൻ ബ്രഹ്മസൂത്രം എഴുതിയത് ബദരികാശ്രമത്തിൽ വെച്ചാണെന്ന് വിശ്വസിച്ചു പോരുന്നു. വ്യാസനെ ബാദരായണൻ എന്നും സംബോധന ചെയ്യുന്നുണ്ടല്ലോ. മഞ്ഞുകാലാരംഭത്തിൽ ക്ഷേത്രം പൂട്ടിപ്പോകുമ്പോൾ കത്തിച്ചു വയ്ക്കുന്ന ദീപം 6 മാസത്തിന് ശേഷം ക്ഷേത്രം തുറക്കുമ്പോഴും കെടാതെ പ്രഭ പരത്തി നിൽക്കുന്നു എന്നതും ആശ്ചര്യകരം തന്നെ.